ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു കിച്ചൺ കാർണിവൽ. ഇന്ന് നമ്മൾക്ക് ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ക്യാരറ്റ് റൈസാണ്. ഇതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പാനിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഹോൾ മസാലാസ്, അതായത് ഇത് ബേ ലീഫാണ്, വയനയില ഒരെണ്ണം, പിന്നെ എടുത്തിരിക്കുന്നത് ഏലക്കയാണ് 3-4 പീസ്, പിന്നെ ഒരു ചെറിയ പീസ് പട്ട, പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് കുറച്ച് ഗ്രാമ്പുവാണ്, ഒരു 5-6 ഗ്രാമ്പു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാഷ്നട്ട് ചെറിയൊരു ബ്രൗൺ നിറമാവുന്നത് വരെയും പിന്നെ മസാലകളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ആ പച്ചമണം പോകുന്നത് വരെയും ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്ലാക്ക് റേസിൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചേർക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റണം. ഇനി ചേർക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ഇവിടെ നമ്മൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. അതിനുശേഷം അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. റൈസും ഇടുമ്പോഴത്തേനും അതിനും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത്. ക്യാരറ്റ് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് നിറം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സാമ്പാറിൻ്റെ പൊടിയാണ്, സാമ്പാർ പൗഡർ. അത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ചേർക്കാം. അതൊരു 2 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എരിവ് കൂടുതലായിട്ട് വേണ്ടുന്നവർക്ക് ഒരു 3 ടീസ്പൂണോളം ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ ഒരു ക്യാരറ്റ് റൈസ് നമ്മൾ വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല, ആകെ സാമ്പാറിൻ്റെ പൗഡർ മാത്രമാണ് ചേർക്കുന്നത്. ഇനി ആ മസാല ഒന്ന് നന്നായിട്ട് അതിൽ ചേർന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ്. കുട്ടികൾക്കെല്ലാം സ്കൂളിൽ ലഞ്ച് ബോക്സിലെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൈസാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ എഴുതി അറിയിക്കുക. മെനി താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.